ഒരാശയവും പണവും സമർപ്പണവും കൂടെ കൂടിക്കലർന്നാലാണ് ഒരു ബിസിനസ് രൂപാന്തരപ്പെടുന്നതും വളർച്ച പ്രാപിക്കുന്നതും ഒക്കെ തന്നെ. ഇപ്പോൾ നമുക്കറിയാം, കടൽക്കരയിലൂടെ അല്ലെങ്കിൽ പുഴയുടെ കരയിലുള്ള സിലിക്ക ചേർന്ന മണ്ണ് 1700 ഡിഗ്രി ചൂടാക്കിയാൽ ഗ്ലാസ് ഉണ്ടാക്കാം. അതേപോലെ നമ്മുടെ കോക്കനട്ട് ആട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്യുവർ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ കടൽ തീരത്ത് നമുക്ക് 600ഓളം കിലോമീറ്ററുള്ള കടൽ തീരമുണ്ട്. ഈ കടലിൽ നിന്ന് ഉപ്പ് വറ്റിച്ചെടുത്താൽ നമുക്കത് വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇത് അറിവുള്ള ആളുകളുണ്ടാകും, പക്ഷേ അവർക്കത് ചെയ്യാനുള്ള സാങ്കേതിക സമ്പത്തുണ്ടാവില്ല, അതിൽ അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഇത് രണ്ടും ഉണ്ടാകും, പക്ഷേ സമർപ്പിക്കാൻ കഴിയില്ല, അവർ മടിയന്മാരായിരിക്കും. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നാലാണ് ഇത് ആശയവും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റും കിട്ടി, എന്നാൽ ഇത് നടപ്പിലാക്കാനുള്ള സമർപ്പണ ബോധവുമുണ്ട്. ഇത് മൂന്നും കൂടിക്കലരുമ്പോഴാണ് ഒരു ബിസിനസ് രൂപാന്തരപ്പെടുന്നത്. ഒരു കമ്പനിയുടെ വളർച്ച എന്ന് പറയുന്നത് ഇത് 3 ഘടകങ്ങൾ കൂടി ചേർന്ന്. അപ്പോൾ നമ്മൾ ഹൈഡൗൺ ഡെവലപ്പേഴ്സിൻ്റെ ഒരു MD എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, നമുക്കൊരു ആശയമുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ലാൻഡ് വാങ്ങുന്നു, നമ്മളതിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, ആ കെട്ടിടങ്ങൾ റെൻ്റ് ഔട്ടാക്കി നമ്മൾ വിൽക്കുന്നു. അപ്പം നമ്മുടെ ആശയമുണ്ട്, പക്ഷെ നമ്മുടെ ഒരു പരിധി, ആ പരിധിയിൽ നിന്നുകൊണ്ടിട്ട്, നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടിട്ടുള്ള ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പുറത്തു നിന്ന് നമ്മളിപ്പം ഇൻവെസ്റ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? മികച്ച പ്രതിഫലം അവർക്ക് ലഭിക്കുന്ന, എന്നാൽ അവർക്ക് സുരക്ഷിതമായി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇടം ഹൈഡൗൺ ഡെവലപ്പേഴ്സിലുണ്ട്. ഇത് നമ്മൾ പലരോടായിട്ട് പറയാറുള്ളതാണ്. അപ്പോൾ ആശയം നമുക്കുണ്ട്, നമുക്ക് സമർപ്പണ ബോധവും ഉണ്ട്, നമ്മുടെ പരിധിയിൽ നിന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ഇൻവെസ്റ്റ്മെൻറ്റിനും ആളുകൾ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൈഡൗൺ ഡെവലപ്പേഴ്സിനെ വിശ്വാസപൂർവ്വം സമീപിക്കാവുന്നതാണ്.